നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഈ ഹാളിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം അസാധ്യം അസാധ്യമെന്നെഴുതുമ്പോൾ അതിന്റെ അടിയിൽ ഇന്ന് രാത്രി ഒരു വട്ടം നീ എഴുത്, എന്റെ ദൈവത്താൽ സാധ്യമാണ്. കൈകൾ അടിച്ചാട്ടെ, വാ തുറന്നാട്ടെ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ, എന്റെ ദൈവത്താൽ സാധ്യമാണ്. ഓ ക്ഷമ റുഗുനിയ ദുഷ്ടപിശാചേ, എന്റെ ദൈവത്താൽ സാധ്യമാണ്. നീ 100 പ്രാവശ്യമല്ല 1000 പ്രാവശ്യം പറഞ്ഞാലും എന്റെ ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കർത്താവ് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. നിന്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി ഒന്നും നീ കാണുന്നില്ലെങ്കിലും നിന്റെ കണ്ണടയും മുമ്പ് നീ അത് കണ്ടിരിക്കും. പറഞ്ഞത് സർവശക്തനാണ്, അത് സംഭവിച്ചിരിക്കും. എന്റെ ടിവിയിൽ ഞാൻ ദീർഘനാള് TV പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ ടിവിയിലൂടെ മെസ്സേജ് കേൾക്കും. ഒരു സഹോദരി വിശ്വാസിൽ വന്നു. അവിടെ ഹസ്ബൻഡ് ഭയങ്കര കുടിയനാണ്, ഉപദ്രവമാണ്. മിക്കവാറും എന്നെ വിളിക്കും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരില്ലേ? ഞാൻ പറഞ്ഞു, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പിന്നെ അവൾ ചോദിച്ചു, ഇനി എന്നാ എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണ്? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞവളോട് പറ, ദൈവം ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഓ ക്ഷമനയ. തലമുറയ്ക്കായി കരയുന്ന മാതാവേ, ദേശത്തിന്റെ ഇടിവിൽ നിൽക്കുന്ന പിതാവേ, സഭയ്ക്കിവിടെ ആത്മാക്കളുടെ വിടുതലായി കരയുന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവിന്റെ രാത്രി നിന്നോട് പറയുന്നു, തമ്പുരാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. എല്ലാവരും കരമടിച്ചാട്ട്, ആരും നിശബ്ദമായിരിക്കരുത്. വാ തുറന്നു, കരങ്ങളടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ എന്റെ കണ്ണടയാൻ അവൻ സമ്മതിക്കില്ല. ഞാൻ സർവ്വജനത്തിന്റെ ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ ഞാൻ. ദൈവത്തിന്റെ ദാസനായ യിരെമ്യാവ് ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്നറിയാമോ? നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്, നിങ്ങളെ ബാബിലോൺകാർ വന്ന് പിടിക്കൊണ്ടുപോകും. അങ്ങനെ ദൂതറിയിച്ച ദൈവദാസനെ 32:1 മുതൽ വായിച്ചാൽ, 2-ാം വാക്യം വായിച്ചാൽ, അനുകൂലമായി ദൂത് പറയാത്തതിന് ദൈവത്തിന്റെ ദാസനായി യിരെമ്യാവിനെ പിടിച്ച് അരമനയുടെ കാവൽപ്പുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടു, കുണ്ടറയിലിട്ടു, ജയിലിലിട്ടു. ഈ അഭിഷക്തനെ നിനക്ക് ബന്ധിക്കാം, അഭിഷേകത്തെ ബന്ധിക്കാൻ കഴിയില്ല. ദൂതറിയിച്ച പ്രവാചകനെ നിനക്ക് ജയിലിലിടാം, പക്ഷെ ദൂതിനെ ബന്ധിക്കാൻ കഴിയില്ല. പോരാ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ദൈവദാസനെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടു. പക്ഷെ അവിടെ കിടന്ന് അദ്ദേഹം ദർശനം കാണാൻ തുടങ്ങി. അതിന്റെ 6-ാം വാക്യം വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ല, നിങ്ങൾ 6-ാം വാക്യം ഒന്ന് വായിച്ചു. യിരെമ്യാവ് പറഞ്ഞത് അതിന്റെ മുകൾ വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്റെ ഇളയപ്പനെ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിക്കുവാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ വാക്യം പിന്നെ വായിക്കണമെന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ ദാസൻ യിരെമ്യാവ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്റെ പശ്ചാത്തലം മനസ്സിലാവുള്ളൂ. യിരെമ്യാവ് ജയിലിൽ കിടക്കുകയാണ്.
അപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ ഈ മുമ്പ് പറഞ്ഞല്ലോ പ്രവാസത്തിലേക്ക് പോകുന്ന അറിയിച്ചത് കൊണ്ട് അവിടെ ഇട്ടത്. അപ്പൊ ഈ ദൈവദാസനെ പിടിച്ച് ജയിലിലിട്ടെന്നും പറഞ്ഞ് ദൂതൊന്നും നിവർത്തിക്കാതിരിക്കില്ല. നിന്നോട് അരുളിച്ചത് ദൈവമാണെങ്കിൽ ദൂതറിയിച്ച പ്രവാചകൻ പോയാലും പ്രവചനം നിവർത്തിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഈ ഇരമ്യാവിന്റെ ഒരു പ്രത്യേകത, 3 കാലഘട്ടത്തിൽ ജീവിപ്പാൻ ആ ദൈവദാസന് കഴിഞ്ഞു. പ്രവാസത്തിന് പോകും മുമ്പ്, പ്രവാസകാലത്ത്, പ്രവാസജനം മടങ്ങി വന്ന ശേഷം 3 കാലഘട്ടത്തിൽ പ്രവചിക്കാൻ ഇരമ്യാവിന് ദൈവം കൃപ നൽകി. വ്യക്തമായി പറഞ്ഞാൽ തന്റെ വാഗൊണ്ട് പറഞ്ഞത് തന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം കൃപ നൽകി. നിങ്ങളുടെ ആരുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുക, കരയുന്ന ദൈവവൈതലേ, നിന്റെ വാഗൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് കൃപ തരും. എല്ലാവരും കരമടിച്ചാട്ട് ശക്തിയോടെ വാ തുറന്നാട്ട് വിശ്വാസത്തോട് പറ, ഞാൻ എന്റെ വാഗൊണ്ട് പറഞ്ഞ ചിലത്. ദൂരെ കേൾക്കുന്ന സുഹൃത്തെ, പരിശുദ്ധാത്മാവിനാൽ നീ നിന്റെ വാഗൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം കൃപ തരും. അത് അസാധ്യമായതായാലും സംഭവിച്ചിരിക്കും. അപ്പൊ ജയിലിൽ കിടന്നും ദർശനം കാണാൻ തുടങ്ങി. തമ്പുരാൻ പറഞ്ഞു, ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വരും. എന്നിട്ട് അവൻ പറയാം, അനാഥത്തിലെ എന്റെ സ്ഥലം വിലയ്ക്ക് വാങ്ങുക. അടുത്ത വാക്യത്തിൽ, 8ാം വാക്യത്തിൽ, യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയേൽ കാവൽപുരമുറ്റത്ത്. നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ. നോ വാട്സാപ്പ്, നോ ഇമെയിൽ, ഇന്നത്തെ പോലെ നോ മൊബൈൽ, നോ ടെലഫോൺ. ഇരമ്യാവ് എവിടെ കിടക്കാം മോനെ? കാരാഗ്രഹത്തിൽ. ദർശനം കൊടുത്തു. ഇരമ്യാവിനോട് പറഞ്ഞു, നിന്റെ ഇളയപ്പന്റെ മകൻ ശല്ലൂം വരും. ആരറിയിച്ചു ശല്ലൂമിനെ? ഇന്ന് രാത്രി പറയാം, നിന്നോട് കൽപ്പിക്കുന്നവൻ ശല്ലൂമിനോട് കൽപ്പിക്കും, ഹനമയേലിനോട് കൽപ്പിക്കും. ഏലിയാവെ, നിന്നോട് കൽപ്പിക്കുന്ന ദൈവം കാക്കിയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ച ദൈവം അധികാരിയോട് കൽപ്പിക്കും. വായടത്ത ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഈ രാത്രി ഇവിടെ വന്ന നിനക്ക് വേണ്ടി നിന്റെ മേലധികാരികളോട്, ഉന്നത ഉദ്യോഗസ്ഥനോട്, ഗവൺമെന്റ് അധികാരിയോട് അവൻ കൽപ്പിക്കും. മോശയോട് കൽപ്പിച്ച ദൈവം അഹരോനോട് കൽപ്പിക്കും. ശക്തിയോടെ എല്ലാവരും കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട് യേശുവിന്റെ നാമത്തിൽ പറ, എന്നോട് കൽപ്പിച്ച ദൈവം മറ്റിലോട് കൽപ്പിക്കും. ഈ മോശം ഉൾപ്പെടെ വെച്ച ദൈവത്തിന്റെ തേജസ് കണ്ടു. ശ്രേഷ്ഠ നിയോഗം നൽകി. നിന്നെ ഞാൻ അയക്കാൻ പോകുകയാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ. അപ്പൊ മോശ ദൈവത്തോട് പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ട് വയ്യ. 3 പ്രാവശ്യം മോശ പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യ. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായം വായിക്കുന്ന ദൈവത്തിന്റെ കോപം മോശയുടെ ജ്വലിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എന്നെ കൊണ്ട് വയ്യ. ഈ രാത്രി ഒരു കാര്യം പറയാം, നിന്നെ ദൈവം തനിയെ വിളിച്ചെങ്കിൽ അവിടെ നിൽക്കാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിട്ടുണ്ട്. ദൈവം നിന്നെ ഒരു ശ്രേഷ്ഠ നിയോഗം നൽകുന്നെങ്കിൽ അത് നിവർത്തിക്കുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പൊ മോശ പറഞ്ഞ എന്നെ കൊണ്ടുപോയി, അതിനകത്ത് വായിക്കേണ്ടത് നേരമില്ല. ഉടനെ ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ സഹോദരനായ അഹരോൻ, അവന് നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം, നീ അവന് വാക്കു പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ നാവോടും അവന്റെ നാവോടും കൂടെ ഇരിക്കും. നിനക്ക് പകരവൻ നാവാകും, വായാകും. ഇവിടെ എനിക്ക് അതൊന്നുമല്ല അത് ചെയ്യും. എവിടെ കിടക്കുക? എവിടെ കിടക്കുക? മോശ മിഥ്യാനിൽ കിടക്കുക. സ്തോത്രം. അഹരോൻ എവിടെ കിടക്കുക? പക്ഷെ എടുത്ത വധിക്കുന്നറിയാമോ? മോശ ഇവിടുന്ന് ഇറങ്ങിയപ്പോളെ അഹരോൻ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി. മോശയോട് ഇന്നത്തെ പോലെ ഫോൺ കോളൊന്നുമില്ല, കത്തയക്കാനൊക്കത്തില്ല. പക്ഷെ മോശയോട് കൽപ്പിച്ചവൻ അഹരോനോട് കൽപ്പിച്ചു. വിശ്വസിക്ക് ദൈവവൈതലേ, നിന്നോട് കർത്താവ് കൽപ്പിച്ചെങ്കിൽ ചിലരോടൊക്കെ ദൈവം കൽപ്പിക്കും. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറ,
എന്നോട് അരുളി ചെയ്ത ദൈവം ചിലരോട് അരുളി ചെയ്യും. എന്നോട് കൽപ്പിച്ച ദൈവം ചിലരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ഇരമ്യാപ്പവനം തന്നെ എടുത്താണ്. ഇരമ്യാപ്പവനം 32 ഇപ്പോൾ വായിച്ചതിന്റെ ബാക്കി വായിച്ചു. 8-ാം വാക്യം തോന്നുന്നു. 8 വാക്യം വായിച്ചു. 8-ാം വാക്യം അഗോവരളി ചെയ്ത പോലെ മോളെ വായിച്ചു. എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയേൽ കാവൽപുരം മറ്റു എന്റെ അടുക്കൽ വന്നു. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിൽ എന്റെ നിലം മേടിക്കണമേ. അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്. നീ അത് മേടിച്ചു കൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് നീ ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കെൽ വെള്ളി തൂക്കി കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവെച്ച ശേഷം. ആധാരം എഴുത്തും മുദ്രവെപ്പും സാക്ഷികളെ വെപ്പും അന്നേ ഉള്ളതാ. ആധാരം എഴുതി മുദ്ര വെച്ചു, സാക്ഷികളെ വെച്ചു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മളാണ് 1000 ചോദ്യം ചോദിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ആരാ വായിക്കുന്നത്? 25-ാം വാക്യം വായിച്ചു. ഈ ഇരമ്യാവ് ദൈവത്തോട് ചോദ്യം ചോദിച്ചു. അതിന്റെ മറുപടിയാ 25-ാം വാക്യം. യഹോവയായ കർത്താവേ, നഗരം കൽദയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച് നിലം വിലയ്ക്ക് വാങ്ങി അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഇപ്പം ദൈവത്തോട് വെച്ച് തമ്പുരാനെ നല്ല ചെയ്താ ചെയ്തേ, നല്ല പണിയാ കാണിച്ചേ. ഇത് ഓൾറെഡി എവിടെ പാമ്പുവാ പറയുന്നേ? എവിടെ പാമ്പുവാ? കൽദയുടെ കയ്യിൽ ഇവര് പിടിച്ചോണ്ട് പോവാ. ഇപ്പോഴേ സൈന്യം വന്ന് നിൽക്കുക. ഇത് മുഴുവൻ അവര് കൊണ്ടുപോകാൻ പോവാ. എന്നിട്ട് നീ എന്നോട് എന്തിനാ ഇല്ലാത്ത കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞേ? ഒരു പാട്ടുകാരൻ പാടുന്ന പോലെ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ എന്തിനെന്ന് ഞാൻ ചോദിക്കത്തില്ല. നമ്മളാണ് 1000 ചോദ്യം ചോദിക്കും. ഇരമ്യാവ് പറഞ്ഞതെല്ലാം ചെയ്തിട്ട് പിന്നെ ചോദിച്ചു, നിലമെല്ലാം വാങ്ങിച്ചു ചോദിച്ചു, കർത്താവേ ഇത് പാമ്പുവാ, മൊത്തം അടിച്ചോണ്ട് പാമ്പുവാ അവര്. പിന്നെ നീ എന്നത്തിനാ എന്നെ കൊണ്ട് ഇത് വാങ്ങിച്ചേ, നിലം വാങ്ങിപ്പിച്ചത്? ഉടനെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ സർവ്വജനത്തിന്റെ ദൈവമായ യഹോവയാ, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അതിന്റെ അർത്ഥം ഇതാണ്, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം സമയം വേണ്ട കുഞ്ഞെ. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം നേരം വേണ്ട കുഞ്ഞെ. സെക്കൻഡുകൾ കൊണ്ട് ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് പ്രവചിക്കുക, മിനിറ്റുകൾ കൊണ്ട് ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും. നീ ചിന്തിക്കുന്ന പോലെയല്ല, എനിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം നേരം വേണ്ട. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ചിന്തിക്കുന്ന പോലെയല്ല, അവൻ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. മിനിറ്റുകൾ കൊണ്ട് അവൻ കാര്യങ്ങളെ തകിടം മറിക്കും. നീ ആരാധിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഈ മീറ്റിംഗിന്റെ പ്രാരംഭ അവസരത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, മടങ്ങി വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലതിനെ ദൈവം മടക്കി വരുത്തും. തിരികെ വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ദൈവം തിരിച്ചു വരുത്തും. തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ചിലത്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്നത്, ഒരിക്കലും മടങ്ങി വല്ലെന്ന് ചിന്തിക്കുന്നത്, ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ചിന്തിക്കുന്നത് ദൈവം തിരികെ വരുത്തും. മടങ്ങി വരുന്നെന്ന് ചിന്തിക്കുന്ന തലമുറ മടങ്ങി വരും. തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന സൗഖ്യം തിരികെ കിട്ടും. തിരികെ വരും. നമ്മുടെ ദൈവത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം നേരമൊന്നും വേണ്ട. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടരുത്. Always remember, your present situation is not your final destination. The best is not to come. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. സഭയോട് ഞാൻ പറയാ, ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ആരാധനയിൽ ശ്രേഷ്ഠം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എപ്പോഴും നീ പറയേണ്ട, ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനി അത് വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ.
കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എന്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എന്റെ പ്രസംഗത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഈ സഭയിൽ ആരാധന ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ശ്രേഷ്ഠമേറിയത് ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഹോ ഹല്ലേലൂയ. അമ്മമാന വൈഡമാന ഹത്തുനാമ ലംതുനാമ ലംതുനോ ഉഷമാന ഹത്തുമാല റംതുനി ഉഡമൗഡമാന ഹത്തുനാമ ലംതുനാമ ലംതുനി. എല്ലാവരും ആരാധിച്ചാട് ശ്വാസത്തോടെ പറ, വെളിപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ അത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല, അവിടോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. പ്രൈസ് ലോർഡ്. കൈ ഉയർത്തി ശക്തിയുടെ സ്തോത്രം എന്ന് പറഞ്ഞേ. ഒരു സിനിമാശാലയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം കരയുകയാണ്. ആ നായകന്റെ കഷ്ടപ്പാടല്ല അവർക്ക്. ആളുകൾ ചുറ്റും ഇരുന്നങ്ങ് കരയ, എന്തുമാത്രം കഷ്ടതയവന്. ഒരുത്തന്നെ ഒരു ഭാവഭേദമില്ല. അപ്പൊ ആളുകളെ ചോദിച്ചിടൂ, ഇയാൾക്ക് മനസാക്ഷിയില്ലോടൂ, ഇവൻ അനുഭവിക്കുന്നതെല്ലാം കണ്ടിട്ട് താനെന്താ ഈ നിർവിചാരികനായിരിക്കുന്നത്? ഉടനെ അയാൾ പറഞ്ഞു, ഇതവന്റെ അവസാനമല്ല, ഇവൻ ശുഭപര്യവസാനമായി തീരും. കാരണം ഇത് എഴുതിയവൻ ഞാനാ. എനിക്കറിയാം ഇതെവിടെ എത്തുമെന്ന്. അതുകൊണ്ടാ ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവം ഇതിലേ നിന്റെ കഷ്ടത കണ്ടിട്ട്, നിന്റെ പ്രയാസം കണ്ടിട്ട്, നിന്റെ പ്രതിസന്ധി വന്നിട്ട് ദൈവം മൗനമായിരിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ടതില്ല. ഇത് ശുഭപരിവാസാനമാകുന്ന അവൻ അറിയാം. നീ ഇവിടെ തീരത്തില്ല, നീ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിന്റെ അവസാനമല്ല, ഇവിടെ നീ ഒടുങ്ങില്ല. കൈയടിച്ച ശക്തിയോട് സ്തോത്രം പറ, ഇതെന്റെ അവസാനമല്ലെന്ന് പറ, ഇവിടെ ഞാൻ തീരുന്നെന്ന് പറ. ഉടമ റഖുന ഹതുന ഉടമ ശഖോനിയ ഹംതുന. ഇതെന്റെ അവസാനമല്ലെന്ന് പറ. കൈയടിച്ചോ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഇവിടെ ഞാൻ തീരില്ലെന്ന് പറ, ഇവിടെ അവസാനിക്കില്ലെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പേ ഈ ദേവദാസ് 23-ാം സങ്കീർത്തനം പറഞ്ഞു. ഞാൻ ഈ എഴുതി വെച്ച് പ്രസംഗിക്കുന്ന വാക്യം നോക്കത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം പരിശുദ്ധാത്മാ തരിക. 23-ാം സങ്കീർത്തനം പറഞ്ഞു. 23-ാം സങ്കീർത്തനം നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു 23-ാം സങ്കീർത്തനം. ഒരു പഴയ സഭയിൽ ചെന്ന് ഞാൻ പറഞ്ഞു 23-ാം സങ്കീർത്തനം പറയാമെന്ന്. അവരെല്ലാം കൂടെ പറഞ്ഞു, ഞാൻ മനമേ യഹോവയെ വാഴ്ത്തുക, നല്ല വചനത്തിൽ ചെയ്യുക. ഈ വേദവസം മുഴുവൻ വല്ലവരും കൊള്ള ചെയ്തുകൊണ്ട് പോയാലും നിന്റെ ഹൃദയത്തിൽ നിന്ന് വാക്യം ചാടി വരണം. ശരി, പറഞ്ഞാട്ടെ. യഹോവ എനിക്ക് ഐ ഷാൽ നോട്ട് വാണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള തെളിയത്തേക്ക്. പിന്നെ അടുത്തത് പിന്നെ കുരിഴിൽ, കുരിഴിൽ താഴ്വരയുടെ the valley of shadow death. അതും അതിന് മുമ്പ് വരെയുള്ളൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പച്ചയായ പുൽപ്പുറത്ത് കിടത്തുന്നു. എന്ത് സന്തോഷം! പുൽപ്പുറത്ത് കിടക്കുക. ഈ ആടങ്ങനെ ഇങ്ങനെ കിടക്കത്തില്ല. ആടിനെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം. അവന് തിന്നങ്ങ് നടക്കുക. അവസാനം കിടന്നുകൊണ്ട് അയവെട്ടുക എന്ന് പറയും. അവിടെ കിടന്ന്. അപ്പൊ ഈ ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് മുട്ടുണ്ടാകില്ല. സത്യമാണോ? സത്യമാണോ? സത്യ. ഐ ഷാൽ നോട്ട് വാണ്ട്. മുട്ടുണ്ടാകില്ലേ? കണ്ട നിശബ്ദമായല്ലോ. ഉണ്ടാകുമോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവോ, ഞാൻ 4 പതിറ്റാണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. എത്രയോ ദൈവദാസന്മാരുടെ മക്കൾ പട്ടിണി കിടന്നിട്ടില്ലേ? സ്കൂളിൽ ഫീസ് കൊടുക്കാനില്ലാതെ അവരെ ഇറക്കി വിട്ടിട്ടില്ലേ? ഇതിവിടെ പഠിക്കണ ഇടയ്ക്കിടയ്ക്ക് വാടക കൊടുക്കാനില്ല വന്നിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് മുട്ട്. എന്നാൽ കർത്താവിനോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, മുട്ടുണ്ടായെന്ന് വരും, പക്ഷെ അടുത്ത് കിടക്കുന്ന അമ്മാച്ചൻ അറിയത്തില്ല. ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷം അന്നും വീട്ടിലുയരും. മുട്ട് വന്നെന്ന് വരും, അവൻ എങ്ങും കൈനീട്ടാൻ പോകത്തില്ല. അന്നും ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാതെ ഉയരും. സ്തോത്രം.
രണ്ടാമത് കർത്താവ് എന്നോട് പറഞ്ഞു, ആ മുട്ട് താൽക്കാലികമാണ്, താൽക്കാലികമാണ്. ദരിദ്രനെ എന്നേക്കും ദൈവം മറക്കില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ദൈവം ഭംഗം വരുത്തത്തില്ല. ലാസറിനെ എന്നും ധനവാന്റെ പടിപ്പുരക്കിലിടില്ല. ഒരു ദിവസം ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിന്റെ അവസ്ഥയ്ക്ക് ഒരു ദിവസം ദൈവം മാറ്റം വരുത്തും. ഇവൻ ഇവിടെ കിടന്ന് അയവിറക്കുന്ന ഒരല്പം പുലിനു വേണ്ടി ഞാൻ ഒരിക്കൽ ദാഹിച്ചവനാ. പക്ഷെ ഇപ്പൊ തന്നെ എന്റെ ദൈവം എവിടെ ഇട്ടിരിക്കുക? പുല്ലിന്റെ മണ്ടയ്ക്ക. ഇതാ നമ്മുടെയൊക്കെ അനുഭവം. അപ്പൊ നിഗളിക്കാതിരുന്നാ മതി, പൊങ്ങച്ചം കാണിക്കാതിരുന്നാ മതി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അത് മാത്രമല്ല, പച്ചയായി പുൽപ്പുറത്തവനെ കിട്ടുന്നു, സ്വസ്ഥതയുള്ള വലുതെഴുതേക്ക്. എന്നാൽ വാല്യൂം ഷോട്ട് ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വരയിൽ കൂടെ പറഞ്ഞാട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട് കൂടെ നടന്നാലും. ഒരുമിച്ച് പറ, നടന്നാലും. നിങ്ങൾ നല്ല നല്ല ദൈവമക്കളാ. പച്ചയായ പുൽപ്പുറത്ത് ഇടയൻ നമ്മെ കിടത്തിയിരിക്കുക. മരണനിഴൽ താഴ്വരയിൽ നിന്നെ കിടത്തിയിരിക്കുകയല്ല, നിന്നെ ഇട്ടിരിക്കുകയല്ല, നീ അവിടെ കൂടെ നടക്കുകയാണ്. രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, ദുഷ്ടപിശാചേ, എന്റെ ദൈവം എന്നെ കഷ്ടതയിൽ ഇട്ടിരിക്കുകയല്ല, അപമാനത്തിലിട്ടിരിക്കുകയല്ല, ആക്ഷേപത്തിലിട്ടിരിക്കുകയല്ല, സങ്കടത്തിലിട്ടിരിക്കുകയല്ല. ഞാനിവിടെ കൂടെ നടക്കുകയാണ്, ഞാനിവിടെ കൂടെ നടക്കുകയാണ്. അതിന്റെ അർത്ഥം ഞാൻ ഇതിന് പുറത്തു വരൂ. കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞാൻ ഇതിന് പുറത്തു വരുമെന്ന് പറ. എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരൂ. ശക്തിയോട് അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞാനിന്ന് പുറത്തു വരുമെന്ന് പറ. ഈ കഷ്ടതയ്ക്ക് പുറത്തു വരും, ഈ അപമാനത്തിന് പുറത്തു വരും, ഈ ആക്ഷേപത്തിന് പുറത്തു വരും, ഇല്ലായ്മയുടെ പുറത്ത് ഞാൻ വരും. ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ നടക്കുകയാണ്. ശക്തിയോടെ കരമടിച്ച് വാ തുറന്ന സാവനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നടക്കുക എന്ന് പറ. പിശാചേ, ഈ രോഗത്തിൽ എന്നെ ഇട്ടേക്കുകയല്ല ദൈവം, കഷ്ടതയിലിട്ടേക്കുകയല്ല, ഞെരുക്കത്തിലിട്ടേക്കുകയല്ല, ഇല്ലായ്മയിലിട്ടിരിക്കുകയല്ല. ഞാനിവിടെ കൂടെ നടക്കുകയോ. Your present situation is not your final destination. The best is yet not to come. ഇവിടത്തേക്ക് അല്ല, നമ്മളെ വേറൊരു തോക്ക് ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വേറൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുക. വേറൊരിടത്തിലേക്ക് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ്. അപ്പം തമ്പുരാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് വലിയ കാര്യമൊന്നുമല്ല കുഞ്ഞെ. ഇപ്പൊ അവന്റെ കയ്യിലായിരിക്കും ഇത്, പക്ഷെ തിരികെ വരും, നിന്റെ വരും. ഒന്നുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു, ഒരിക്കലും തിരികെ വരില്ലെന്ന് ചിന്തിക്കുന്നത് തിരികെ വരും. ഒരിക്കലും മടങ്ങി വരും ചിന്തിക്കുന്ന മടങ്ങി വരും. നിന്നോടൊപ്പം ഒരിക്കലും മുട്ടുകുത്തത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലരെ ദൈവം മുട്ടുകുത്തിക്കും. നിന്നോടൊപ്പം കരമടിക്കാനും ആരാധിക്കാനും വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലരെ ദൈവം കൊണ്ടുവരും. ഈ വേദവസം മുഴുവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്നതിനെ ദൈവം സംഭവിപ്പിക്കും. ഏറ്റവും പ്രധാനം ഒന്ന് ഇസ്രായേലിന്റെ മടങ്ങിവരവാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്, ഇസ്രായേലിന്റെ മടങ്ങിവരവ്. 126 സങ്കീർത്തനം 1 വാക്യം, 126 സങ്കീർത്തനം 1 വാക്യം, 126:1. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇന്ന് രാത്രി ഹാളിൽ വന്ന ദൈവവേദലേ, കരയുന്ന ദൈവവേദലേ, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെയായിരിക്കും. നീ സ്വപ്നം കാണുന്നവനെ പോലെയായിരിക്കും. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചിലത് ചെയ്യും. ഈ ഹാളിൽ നിന്ന് ആരാധിക്കുമ്പോൾ സത്യമല്ല ഞാൻ പറയുന്നത്, ഇത് സ്വപ്നമാണോ
ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ദൈവം കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചെയ്യും. ദൂരെ ഇരുന്നു വചനം കേൾക്കുന്ന പ്രിയ മാതാവേ, കരയുന്ന പിതാവേ, പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ദൈവം ചില ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ ആർപ്പുമുണ്ടായിരുന്നു. ആ താഴോട്ട് വരുന്നത്, ഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണേ എന്ന് പറഞ്ഞ ഒരിക്കലും മടങ്ങി വരലെന്ന് ചിന്തിക്കുന്നതിനെ ദൈവം മടക്കി വരുത്തും. അടുത്ത അതിന്റെ അവസാന വാക്യം, കണ്ണുനീര് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ, അതായത് ഇന്നലത്തെ നിന്റെ കണ്ണുനീരാണ് ഇന്നത്തെ നിന്റെ ആർപ്പ്. ഇന്നലത്തെ നിന്റെ വിതയാണ് ഇന്നത്തെ നിന്റെ കൊയ്ത്ത്. അങ്ങനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയാം, ഇന്ന് നിനക്ക് കണ്ണുനീരുണ്ടോ, നാളെ ദൈവം ഒരു ആർപ്പ് തരാൻ പോകുകയാ. ഇന്നൊരു വിതയുണ്ടോ, ഒരു കൊയ്ത്ത് ദൈവം തരാൻ പോകുകയാ. ഇന്ന് കണ്ണുനീരുണ്ടോ, ഒരു ആർപ്പ് ദൈവം തരാൻ പോകുകയാ. ശക്തിയോട് അന്യഭാഷയിൽ കരമടിച്ച് സ്തോത്രം പറ. ഈ കണ്ണുനീർ ആർപ്പാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെന്താണ് സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം? ഹോമാസിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ പറഞ്ഞാട്ടെ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അതൊക്കെ വലിയ ദൂതുകളാ. എന്താ സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം? എന്റെ മുഖത്തോട് നോക്കി. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം, പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം മടങ്ങി വരില്ല എന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരുടെ ചുറ്റുപാടുള്ളവർ ചിന്തിച്ചു. പ്രവാസിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരും ചിന്തിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി സംഭവിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്, ദുഷ്ടപിശാച് പറയുന്നത്, അല്ല നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവൻ പോലും പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും, ദൈവം സംഭവിപ്പിക്കും. നിന്റെ തലമുറയെ നോക്കി അത് നടക്കത്തില്ലെന്ന് പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് പറയുന്നത്, ദൈവം സംഭവിപ്പിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരിക്കലും സംഭവിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, വൈദ്യശാസ്ത്രം പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്, പിശാച് പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ദിവസം പറയുന്നവരെ പ്രവാസികളാക്കിയവർക്ക് അവരെ വിട്ടുതരാൻ മനസ്സില്ലെന്ന്. പക്ഷെ അവിടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. ഞാൻ തടഞ്ഞു വെക്കുന്ന തെക്കിനോട് കൽപ്പിക്കും. 50-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നത്, തടുത്തു വെക്കണം തെക്കിനോട് കൽപ്പിക്കും. 50-33-34 തടുത്തു വെക്കണമെന്ന് കൽപ്പിക്കുന്നവനാ ദൈവം. ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ചിന്തിച്ചു, പക്ഷെ ദൈവം അവരെ മടക്കി വരുത്തി. കർത്താവ് ചോദിച്ചു, ഞാൻ സകലയിടത്തിന്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വലിയ കാര്യമുണ്ടോ? അതിന്റെ താഴെ എഴുതിക്കുന്നവർ വീണ്ടും നിലങ്ങൾ വിലക്ക് വാങ്ങും, ഇനി ആധാരം എഴുതും, ഇനി മുദ്ര വെക്കും. അമോസിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ പ്രവാസികളെ മടക്കി വരുത്തും, അവർ മുന്തിരിത്തോട്ടങ്ങളെ നട്ടുണ്ടാക്കും, അതിന്റെ ഫലം അനുഭവിക്കും. ഞാനിപ്പം പബ്ലിക്കിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നൊരു പദമാണ്, ഞാൻ അവർക്ക് കൊടുത്ത ദേശത്ത് നിന്ന് ഇനിയും ആരും അവരെ പറിച്ചു കളയില്ല. അതാണിപ്പോൾ മധ്യപ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിന്നെ നടാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പറിക്കാൻ കഴിയില്ല. ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പൊളിക്കാൻ കഴിയില്ല. ഒരാ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം നമ്മെ പണിയോ, ആർക്കും നമ്മെ പൊളിപ്പാൻ കഴിയില്ല. ദൈവം നമ്മെ നടും, ആരും നമ്മെ പറിച്ചു കളയില്ല. സ്തോത്രം. ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിച്ചു, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ അത് സംഭവിച്ചു. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാണ്. ഞാൻ സർവ്വജഗത്തിന്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക സമയം വേണ്ട, അത് നമ്മൾ പഠിക്കണം.
ഇന്ന് കാണുന്നതൊക്കെ നിമിഷം കൊണ്ട് ദൈവം തവിട് പൊടിയാക്കി കളയും, തകിടം മറിച്ചു കളയും. അധിക സമയമൊന്നും വേണ്ട. 1 മണിക്കൂർ മുമ്പ് വരെ സിംഹാസനത്തിരുന്ന നെബൂഖദ്നേസറിനെ അടുത്ത മിനിറ്റിൽ കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചവരാ നമ്മുടെ ദൈവം. അല്ലേ? സ്തോത്രം. 1 മണിക്കൂർ മുമ്പ് വരെ ദർബാർ ഹാളിൽ സിംഹാസനസ്ഥനായിരുന്ന ബെൽഷസ്സർ, അവന്റെ ആളുകൾ ചുറ്റും നിന്ന് രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുപറ്റാത്തൊരു ത്രാസുമായി ഒരു കരം ആ ദർബാർ ഹാളിൽ ഇറങ്ങി. ഓ, ഈച്ചയ്ക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളിടത്ത് ഒരു ത്രാസുമായി ഒരു കരം വെളിപ്പെട്ടു. നിനക്ക് ചെല്ലാൻ കഴിയാത്തിടത്ത് കടന്നില്ലെന്നൊരു കരമുണ്ട്. നമുക്കിറങ്ങാൻ കഴിയാത്തിടത്ത് ഇറങ്ങുന്നൊരു കരമുണ്ട്. നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കടന്നിയെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ അറിയോ ദൈവത്തിന്റെ കരം ഇറങ്ങിച്ചെല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവേ നീ കുറവില്ലാത്തവൻ, കുറവില്ലാത്തവൻ, കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ത്രാസ് ഇറങ്ങി വന്ന കരം സെക്കൻഡുകൾക്കുള്ളിൽ ഇവനെ തൂക്കിയെടുത്ത് ത്രാസിലേക്ക് ഒരൊറ്റ എറിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ത്രാസ് അവനെ തൂക്കി. റിസൾട്ട് ഫിത്തിയിൽ എഴുതി, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവന്റെ ഏപ്പാടിപ്പോയി. കാരണം ഇവിടെ ആര് വരാനാന്ന് അവൻ ചിന്തിച്ച്, ഇതിനകത്ത് ആരും വരുത്തില്ലെന്നാ ചിന്തിച്ച്. ഞാൻ ഓരോ വാക്കും പരിശുദ്ധാത്മാവി പറയുക, ആരും ഇറങ്ങില്ലെന്ന് ചിന്തിക്കുന്നിടത്ത്, ആരും വരില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം കടന്നു വരും. ദൈവത്തിന്റെ കരം കടന്നു ചെല്ലും. നീ ചിന്തിക്കുന്നവനല്ല, നിന്റെ സെക്യൂരിറ്റി ഒന്നും അവന് പ്രശ്നമല്ല. നിന്റെ അംഗരക്ഷകരൊന്നും അവന് പ്രശ്നമല്ലെന്നേ. നിന്റെ സെക്യൂരിറ്റി ഗാർഡൊന്നും എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. ചെറിയും ദൈവം തൂക്കി എറിയും. അതിന് ശക്തതയാണ് നമ്മളത്. ഞാൻ അതുകൊണ്ട് പറയും, ഈ മൂക്കി ജീവശ്വാസമുള്ള വിട്ടൊഴിവീൻ. അവനെ ഭയപ്പെടാൻ എന്തുള്ളൂ? അത് എത്ര വലിയവനായാലും നമ്മുടെ ദൈവത്തെക്കാൾ വലിയവൻ ആരുമില്ല. സ്തോത്രം. അതിൽ മറ്റൊരു കൃപയുണ്ട്. എന്തെന്നറിയാമോ? മിനിറ്റുകൾക്ക് മുമ്പ് വരെ, മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കാരാഗ്രഹത്തിൽ ഒരു ജയിൽ പുള്ളിയായി കിടന്നവനെ സെക്കൻഡുകൾക്കുള്ളിൽ സിംഹാസനത്തിൽ എത്തിച്ചവനും കൂടാ നമ്മുടെ ദൈവം. യോസഫേ, നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് അധിക നേരം വേണ്ട. ഇന്ന് രാത്രി കൈയടിച്ചോണ്ട് പറ, നമ്മുടെ അവസ്ഥ മാറ്റാൻ, അത് ഉയർച്ചയായാലും താഴ്ചയായാലും നമ്മുടെ ദൈവത്തിന് അധിക നേരം വേണ്ട. സമയം വളരെ പോകുന്നല്ലോ, വേഗത്തിൽ നമുക്ക് പോകണല്ലോ. അപ്പൊ ഇസ്രായേലിന്റെ മടങ്ങി വരവ് സംഭവിക്കില്ലെന്ന് ചിന്തിച്ചു, സംഭവിപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞ, ദൈവം തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞാൽ സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഞാൻ പാസ്റ്റർമാരോട് പറഞ്ഞു, ദൈവം നിന്നെ ഉഗാണ്ടയെ നിർത്തുമെന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തെ സകല വിസയും റദ്ദാക്കപ്പെട്ടാലും ദൈവത്തിന്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. ദൈവം വഴി തുറക്കും കുഞ്ഞേ. സ്തോത്രം, സ്തോത്രം. 2, അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് വാഗ്ദത്തം കൊടുത്താണ്. ഉൽപ്പത്തി പുസ്തകം 12:1, ഞാൻ നിന്നെ കാണിപ്പിക്കുന്ന ദേശത്തേക്ക് പോകണം, നീ നിമിത്തം, നിന്റെ സന്തതി നിമിത്തം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. വിളിച്ചപ്പോഴേ കൊടുത്തു, നിന്റെ തലമുറ നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ആ വാഗ്ദത്തത്തിന് നിവർത്തി കാണാൻ അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു? 25 വർഷം. 12-ാം തീയതി വിളിക്കുന്നു. 15-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ അവിടെ ചെല്ലുന്നു. എല്ലായിടത്തും വായിക്കാൻ നേരമില്ല, നിങ്ങൾ കണ്ടാൽ മതി, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 15 നോക്കി. അപ്പൊ ഈ ദൈവം തമ്പുരാൻ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അബ്രഹാം തമ്പുരാനെ നോക്കിയിരിക്കും. അങ്ങനെ 15-ാം തീയതി ചെന്നു. അബ്രഹാം ദർശനത്തിലേക്ക് ഉടൽപ്പെടായി, ഭയപ്പെടണ്ട,
ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലം. ഉടനെ അബ്രഹാം ഭയപ്പെടണ്ട. അപ്പൊ അബ്രഹാം എന്താ പറഞ്ഞത്? അബ്രഹാം, കർത്താവേ, നീ കുറെ നാളായല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായില്ലേ, ഇനി എന്നെ കളിപ്പിക്കുകയും പറ്റിക്കൊന്നും വേണ്ട, എനിക്ക് ഇനിയും വേറൊന്നും വേണ്ട. പിന്നെ എന്റെ മുമ്പാകെ എലയാസർ വളർന്നാ മതി, ദമ്മശേഖരനായ എലയാസർ എന്റെ മുമ്പാകെ വളർന്നാ മതി. അപ്പൊ ദൈവം തമ്പുരാനാ ഇതെന്നറിയാമോ? അവനെ കൈക്ക് പിടിച്ച് പുറത്തേക്കിറക്കി നിലാവുള്ള രാത്രിയിൽ പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. അവൻ എണ്ണാൻ തുടങ്ങി. നക്ഷത്രം എണ്ണിയാൽ തീരുവോ? അപ്പൊ ഞാൻ പറയും, ദൈവവാക്തത്വത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും. എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6, 7 പിന്നിട്ട് തീരുന്നില്ല. നക്ഷത്രം എണ്ണി തീർക്കാവോ? ഈ നക്ഷത്രം എന്ന് എണ്ണുന്ന നമുക്ക് അതിലൊരു ദൂതുണ്ടെന്നേ, ഭയങ്കര മർമ്മമുണ്ട്. എന്തോ ഈ നക്ഷത്രം എണ്ണ എന്ന് പറഞ്ഞ, ഈ നക്ഷത്രത്തിന്റെ വലിപ്പം വല്ലോ നമുക്കറിയാവോ? ഭൂമിയോടൊരു കോണ് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും അധികം യാത്ര ചെയ്തിട്ടുള്ള ഞാനാ, എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പാസ്റ്ററും കുറച്ചിടത്തൊക്കെ പോയി കാണുമായിരിക്കും. പക്ഷെ എവിടെ മലയാളികളുണ്ടോ അവിടെ എല്ലാം ഈ പുസ്തകമായിട്ട് പോയവനാ ഞാൻ പോലും ഭൂമിയുടെ കോണ് കണ്ടില്ല. അപ്പൊ ഭൂമി എന്ത് വലുപ്പാ. എന്നാൽ ഈ ഭൂമിയെ പോലെയുള്ള, ശ്രദ്ധിച്ചു കേട്ടോ, 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 13 ലക്ഷം. എന്താ വിചാരിച്ച? കണ്ണു തള്ളുന്നില്ലേ? 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളുമെന്ന്. അപ്പൊ ആ സൂര്യന്റെ വലിപ്പം എന്നാ? അങ്ങനെ 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെ 2 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളൂ. അപ്പൊ അവന്റെ വലിപ്പം എത്ര? അയ്യോ, അങ്ങനെ 1ഉം 2ഉം അല്ല, കോടാനുകോടി നക്ഷത്രങ്ങൾ, 10,000 കോടി നക്ഷത്രം ചേരുന്ന ഒരു ഗാലക്സി. അങ്ങനെ 100 കണക്കിന് ഗാലക്സി. ഒന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരിയുണ്ടോ അത്രമാത്രം നക്ഷത്രങ്ങൾ ആകാശഗംഗയിലുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതാ ഇവൻ നിർമ്മിച്ച ദൈവം, ഇന്ന് റൂട്ട് നിശ്ചയിച്ച ദൈവം, ഇവയെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ, മൈ ഡാഡി എന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവനാ നഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്. ഓ, സക്രിയോട് കൈയടിച്ച് ആരാധിച്ചോ മക്കളെ. കണ്ണുണ്ടെങ്കിൽ കാണാത്ത, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്ത, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. അപ്പോ എന്നൊന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം. മനസ്സിലായോ മക്കളെ? ഈ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ഈ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ഞാനിപ്പോ പോകുന്ന രാജ്യങ്ങളൊക്കെ പിള്ളേരുമായിട്ട് സമയം കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിക്കും, ഭൂമി എങ്ങനെ ഉണ്ടായേ? എങ്ങനെ ഉണ്ടായേ മക്കളെ എന്ന് പറഞ്ഞ്. ആദിയിൽ ദൈവം ഉണ്ട്. അങ്ങോട്ട് അനങ്ങുന്നില്ലല്ലോ മക്കള്. മനുഷ്യനെങ്ങനെ ഉണ്ടായേ? തന്റെ പറ. അത് പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? പരീക്ഷയ്ക്ക് എഴുതി വെക്കണമെങ്കിൽ ഭയങ്കര ഒരു അപ്പം നക്ഷത്രം ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടില്ലൊന്നും തന്നെ. ഒരു അപ്പം നക്ഷത്രം ഉണ്ടായിരുന്നു. കുറെ നാള് കഴിഞ്ഞപ്പോ ഇങ്ങനെ പൊട്ടിച്ചെറി, പൊട്ടിച്ചെതറി സൂര്യനുണ്ടായി, നക്ഷത്രം, ബിഗ് ബാങ് തിയറി. ഇതെഴുതി വെച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ബിഗ് ബാങ് തിയറി. പൊട്ടിച്ചെതറി അവിടെ എങ്ങനെ നന്നാകുന്നേ? പിന്നെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? ഇത് പറയാൻ വന്നതല്ല, പിള്ളേർക്ക് ഇത് വേണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേരുടെ. മനുഷ്യനുണ്ടായത് കടൽ തീരത്ത് എവിടെ ഒരു അമീബ ഏകകോശ ജീവി ഉണ്ടായിരുന്നു. അത് പരിണമിച്ച് മറ്റു പലതായി, അങ്ങനെ പരിണമിച്ച് അങ്ങനെ അവസാനം കൊരങ്ങച്ചൻ വന്നു. കൊരങ്ങച്ചനിൽ നിന്നാ കുരിയച്ചൻ ഉണ്ടായെന്ന്. കുരിയച്ചന്മാര് പെണ്ണുങ്ങല്ലേ? അത് എഴുതി വെച്ചാല് എന്തോ ഒരു വിഡിത. ഈ അചേതന വസ്തുവിൽ നിന്ന് സചേതന വസ്തു ഉണ്ടാകില്ല. എന്നോട് പിള്ളേരൊക്കെ ചോദിക്കും, ഇതൊക്കെ ക്ലാസ് എടുക്കണം.
ജീവനുള്ളതും അചേതനവും സചേതനവും ഉണ്ട്. അതുപോലെ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ പ്ലാനൽ കിങ്ഡം, അതായത് എന്താ അത് പറയുന്നത്, സസ്യലോകം, പിന്നെ ജന്തുലോകം, പ്ലാനൽ കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം, കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ ഇതിലെ പ്ലാനൽ കിങ്ഡത്തിൽ നിന്ന് ആനിമൽ കിങ്ഡത്തിലേക്ക് പരിവർത്തനമില്ല. അതുപോലെ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ഹ്യൂമൻ കിങ്ഡത്തിലേക്കില്ല. അതായത് ഒരു ചേന കുറെ നാൾ നിന്നെന്ന് വിചാരിച്ച് ചേനത്തണ്ടം പാമ്പാകത്തില്ല. ഓ ഇല്ല. ഇതുപോലെ കുരങ്ങച്ചൻ കുരിയച്ചനും ആകത്തില്ല. ഇപ്പൊ മനസ്സിലായോ മക്കളെ? നമ്മൾ ആരാധിക്കും ദൈവം ആരാന്ന് മനസ്സിലായോ നിനക്ക്? പാപ്പം കളിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ആരാധിക്കുന്നവൻ മഹോന്നതനായാണ്, സർവത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവനാണ്. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യ ചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവനാം, ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, മോടിയോടുവാനത്തിൽ തൂക്കിയ കൈയടിച്ചേ താൻ നല്ലവനല്ലോ ദയായെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താൻ വല്ലഭനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ പ്രമോദമുണ്ടല്ലോ, താൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, ഇതിലെന്നും പ്രബോധമുണ്ടല്ലോ. മാനവേരിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ, നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളോ ത്തിൽ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, പ്രബോധമുണ്ടല്ലോ, താൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, എന്നും പ്രബോധമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി, ചെങ്കടൽ പിളർന്നു തങ്കനങ്ങളെ തങ്കതിലൂടെ താൻ നടത്തിയേ, വല്ലഭനല്ലോ ദയയെന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതിയെന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിൽ മോദമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിൽ പ്രബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിൽ പ്രബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിൽ പ്രബോധമുണ്ടോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, പ്രബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും, ഓ താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും ബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ പ്രബോധമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും, ഓ
അനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ. സബദലകടകബലബലബലബൗഡബലം ജവനം ധലബൗഡബലം ധലബൗഡവ വീരകലം ധലബൗഡബലം ജവനം ധലബൗഡബലം ജവനം ധലബൗഡവ തിരിവം ധലബൗഡബലം ജവനം ധലബൗഡവ രാജകലസ്മലഹത്തെ ധലബൗഡേ ധലബൗഡബലം ധീരം ധലമം ധലബൗഡവ വീരബലം ധലബൗഡബലം ധവനം ധവനം ജവരേദകർ അസ്മലഹദ്ദുരബൗഡവ. Hallelujah, 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 ഭീകരവർദ്ധനബൗഡബലം ജവനം ധലബൗഡബലം ധേരദ്ദുരബൗഡേ ദുരകം ധലബൗഡബലം ജവനം ധലബൗഡബലാജകലസ്മലഹദ്ദുരബൗഡബലാജ് ദുരബലഘടകബലം ജവനം ധലബൗഡബലേ. അസ്മലഹദ്ദുരബൗഡബലാജകലം ധലബൗഡബലം ജഗരേധകലം ധലബൗഡബലം ദുരബലഘടകബലം ധലബൗഡബലം ജവനം ധലബൗഡബലം സ്മലഹദ്ദുരബൗഡബലേധകലം. ഇരുന്നാട്ടെ. ജ്ഞാനത്തോടെ ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും ജ്യോതിർവാന ഗോളങ്ങളെ മോടിയോട് വാനത്തിൽ തൂക്കിയവൻ, മാനവരിൻ സ്നേഹം മാറിടും നേരം മാറിടാത്ത നിത്യസ്നേഹിതൻ. എനിക്ക് അടുത്ത സ്റ്റാൻസ നല്ല ഇഷ്ടമാണ്. നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തിരുമേത്തൻ ഉന്നത സന്നിധാനത്തിൽ, അവന്റെ സന്നിധിയിൽ തീരാത്ത ഒരു വേദനയില്ല, അവന്റെ സന്നിധി തീരാത്ത ഒരു രോഗവുമില്ല, ഓ അവന്റെ സന്നിധി തീരാത്ത ഒരു കഷ്ടതയുമില്ല. തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചിറക്കി അവിടെ കൊണ്ട് കാണിച്ചതേ, മോനെ നക്ഷത്രത്തെ എണ്ണടാ, ഇതിന്റെ വലിപ്പം നിനക്കറിയാമോ? ഇതിനെ മോടിയോട് ആകാശം തൂക്കിയവൻ, അവന്റെ ശക്തിയുടെ മാഹാത്മ്യ നിമിത്തം ഒന്നും കുറയുന്നില്ല. ഇവയെ തന്റെ വ്യാപാര ശക്തി കൊണ്ട് താങ്ങുന്നവൻ, ഉള്ളംകൈയിൽ താങ്ങുന്നവൻ. തമ്പുരാൻ ചോദിച്ചാ, മോനെ ഇവയൊക്കെ നിർമ്മിച്ച് പാലിച്ച് എനിക്ക് നിനക്ക് 100ാമത്തെ വയസ്സിൽ കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണോടാന്ന്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഈ ആരാണ്ട് പറഞ്ഞു യോനായെ കടലാന വിഴുങ്ങിയെന്ന്, വലിയ കാര്യമാണ്. അപ്പം ഉപദേശി പറഞ്ഞു, എടാ യോനയെ കടലാന വിഴുങ്ങിയെന്നല്ല, കടലാനെ യോന വിഴുങ്ങിയെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചാലും ഞങ്ങൾ വിശ്വസിക്കും. കാരണം ഇതിനകത്ത് വെളിപ്പെടും ദൈവം അതിന് ശക്തിയുള്ള ദൈവമാ. അപ്പൊ അബ്രഹാം പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. അബ്രഹാം അങ്ങനല്ല, നിനക്ക് തലമുറയിൽ തരും. അങ്ങനെ 18ാം അധ്യായത്തിൽ എല്ലാം വീട്ടിൽ പോയി നോക്കിയാൽ മതി. 18ാം അധ്യായത്തിൽ 3 ദൂതന്മാരോടെ വന്നു. സോതോമിലൊക്കെ വന്നവരാ, വീടുമിരുന്നത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തമ്പുരാൻ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടാവും. 18:9 മുതൽ വായിച്ചാൽ ഇത് കേട്ട സാറ കൂടാരത്തിനകത്ത് നിന്ന് പറയുന്നേ ചിരിച്ചു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചില്ല, കൂടാരത്തിനകത്ത് നിന്ന് പതുക്കെ ചിരിച്ചു. പക്ഷെ ആ ചിരി പുറത്തു നിന്നവൻ കണ്ടു, പുറത്തു നിന്നവൻ കേട്ടു. ഞാൻ ആയിരങ്ങളോട് പറയാറുണ്ട്, നീ നിന്റെ ബെഡ്റൂമിൽ തുടച്ച കണ്ണുനീർ പോലും ദൈവം കാണുന്നുണ്ട്. നീ നിന്റെ കിച്ചണിൽ നിന്ന് തുടച്ചു കളഞ്ഞ കണ്ണുനീർ ആരും കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്.
ഞാൻ ഈ അടുത്ത സമയത്ത് ഒത്തിരി കേരളത്തിൽ ഇപ്പം കൃപയ ഒത്തിരി കല്യാണം നടത്തുന്നത് ഞാനാ. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ചിലതൊക്കെ. തിരുവനന്തപുരത്ത് ഞാനൊരു കല്യാണം നടത്തി. വിതിൻ 4 days 4 ദിവസം കൊണ്ട് ആ മെസ്സേജ് 1,00,000 ആളുകൾ കണ്ടു. 10 ലക്ഷങ്ങളായി. അടിച്ചു നോക്കിയാൽ കാണാം. അപ്പം ഞാൻ ഈ പിള്ളേരോട് ചോദിക്കും, അപ്പന്മാർ കരയുന്ന കണ്ടിട്ടുണ്ടോ എന്ന്. ഒരു പറയാം കണ്ടിട്ടില്ല. അമ്മ കരയുന്നേ. അതുകൊണ്ട് അവർ വിചാരിച്ച അപ്പം കരയില്ലെന്ന്. ഇട്ടുതരാം പാസ്റ്റർക്ക്, ഇവർക്ക് കൊടുക്കണം കേട്ടോ, എൻ്റെ കട്ടിങ് ഇട്ടുതരാം. അപ്പം അപ്പം കരയുന്നുണ്ട്, നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൻ്റെ കണ്ണുനീരാരും കാണില്ല. ലോകത്തെ കുടുകൂടാ ചിരിപ്പിച്ച മനുഷ്യൻ പറഞ്ഞു, ചാർലി ചേപ്പാൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും, എന്റെ കണ്ണുനീരാരും കാണരുത്. സ്തോത്രം. കരയുന്നുണ്ട്, നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരും കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീര് പോലും തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. നീ തുടച്ച കണ്ണുനീര് ആരും ഇവിടെ കണ്ടിട്ടില്ല. ദൈവദാസൻ കടച്ചത്, ദൈവദാസിയെ നീ തുടച്ച കണ്ണുനീർ ഇവിടെ ആരും കണ്ടില്ല. അത് തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നീ രഹസ്യമായി കരയുന്നതിന് അവൻ പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ്. ആരും അറിയാതെ, ആരോടും പറയാതെ നീ രഹസ്യമായി കരഞ്ഞതിന് എല്ലാവരും കാണിക്കാൻ അവൻ ഉത്തരം തരുന്ന ദൈവമാണ്. എത്ര പേർക്ക് കരപടിച്ച് സ്തോത്രം പറയാൻ കഴിയും? ആരോടും പറയാതെ, ആരും അറിയാതെ നീ രഹസ്യമായി കരയുന്ന ചിലതിന് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പറയുന്നു, എല്ലാവരും കാണേണ്ട ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. 21-ാം അധ്യായത്തിൽ തമ്പുരാൻ 21:1 എന്നിട്ടേ മക്കളെ മനെ ആരായിടുന്നേ? 21 ജനസിസ് ചാപ്റ്റർ 21:1 ദൈവം അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്യുന്നത് യഹോവ സാറയ്ക്ക് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നമുക്ക് സമയം പോന്നു, പെട്ടെന്ന് പോണം, അതുകൊണ്ട് ഓടിച്ചു വിടുക. അതിന്റെ 5-ാം വാക്യം നോക്കി. 5-ാം വാക്യം പെട്ടെന്ന് അന്ന് വായിച്ചു. ആരാ മകളെ? മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. 25 വർഷം കാത്തിരുന്നു. 100-ാം വയസ്സിൽ ദൈവം കൊടുത്തു. വായിക്കേ. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. അടുത്തത്, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ മകനെ അത് വായിപ്പിക്കാൻ വേണ്ടി ഞാൻ വായിപ്പിച്ചേ. എന്താ പറഞ്ഞ? സാറ ഇങ്ങോട്ട് നോക്കിയേ. പറഞ്ഞേ. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നെന്ന് എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാള് മക്കളിലേലും ആളുകളൊക്കെ പറയും, കുഴപ്പമില്ല, ദൈവം പ്രവർത്തിക്കും. ദൈവം എന്ന് പറയുന്ന ദൈവം പ്രവർത്തിക്കുന്നെങ്കിലും ദൈവം 5-ാം വർഷവും പറഞ്ഞിരിക്കും, 6-ാം വർഷവും പറഞ്ഞിരിക്കും, 7-ാം വർഷവും പറഞ്ഞിരിക്കും, 8 വർഷം വരെ പറഞ്ഞിരിക്കും. ആദ്യം പറഞ്ഞവരാദ്യം അങ്ങ് നിർത്തും. എന്നുപോലെ അബ്രഹാമിനോട് സാരമില്ല, ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞവരൊക്കെ പറച്ചിൽ നിർത്തി. അവർക്ക് പോലും വിശ്വാസമില്ല. പറഞ്ഞവരൊക്കെ നിർത്തിയെങ്കിലും വാക്കു പറഞ്ഞവൻ മറന്നില്ല. ആര് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എല്ലാം പോയി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നോട് വാക്ക് പറഞ്ഞുണ്ടെങ്കിൽ നീ പോലും വിശ്വസിച്ചില്ലെങ്കിലും പറഞ്ഞവരാ നിവർത്തിച്ചിരിക്കും. കയ്യടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. വാക്ക് പറഞ്ഞ ദൈവമാണോ? സകല അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം അത് സാധ്യമാക്കും. ആര് പറയുമായിരുന്നു? അബ്രഹാമും ഇസ്ഹാക്കും അങ്ങോട്ട് പോയപ്പോ ചോദിച്ചു, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? നീ തന്നെ ആടാ ബലിമൃഗം. അല്ല, ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതും. പക്ഷെ മേളിൽ ചെന്നപ്പോ ഇസ്ഹാക്കിനെ കയറി പിടിച്ചു. എന്തേ ദൈവം എന്ന് ചോദിച്ചില്ല. ദൂത് പറഞ്ഞവൻ മാറിയാലും, പരിശുദ്ധാത്മ പറയുക, ആലോചന പറഞ്ഞവൻ മാറിയാലും ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ അത് നിവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. കർത്താവ് നിന്നോട് ആലോചന പറഞ്ഞ നിവർത്തിക്കേണ്ട അവന്റെ ഉത്തരവാദിത്തമാ. സ്വതന്ത്രം. ഹല്ലേലൂയ.
അതെ, ദൈവം സംഭവിപ്പിച്ചു. അബ്രഹാമിന് ദൈവം മകനെ നൽകി. അതുപോലെ തന്നെ അടുത്തത്, യാക്കോബ് തന്റെ മക്കളുടെ നന്മ കാണും ചിന്തിച്ചില്ല. ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചിന്തിച്ചില്ല. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യോസഫന്റെ കൂടെ ഇല്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. 45, 23, 28, 32, 30 നോക്കി അറിയാം. എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. യോസഫിനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. പക്ഷേ സഹോദരന്മാർ അവനെ കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അവന്റെ അങ്കിയിൽ രക്തം മുക്കി ആർക്ക് കൊടുത്തു വിട്ടു? യാക്കോബിന്. ഈ വയോവൃദ്ധനെ നോക്കണേ, 22 വർഷം കരഞ്ഞുകൊണ്ടിരുന്നു. എത്ര വർഷമാ? 22 വർഷം. ഈ അങ്കി എടുത്ത് വെച്ച് ഏങ്ങലടിച്ച് കരയുക. ജീവിച്ചിരിക്കുന്ന മോൻ മരിച്ചെന്ന് വിചാരിച്ച് കരയുക. എത്ര വർഷമാ? 17-ാമത്തെ വയസ്സിലാണ് യോസഫ് പോകുന്നത്. 30-ാമത്തെ വയസ്സിലാണ് മന്ത്രിയാകുന്നത്. അപ്പൊ എത്രയായി? 13 വർഷം പോയി. 7 വർഷം സമൃദ്ധിയുടെ കാലം. അന്ന് അവർ ചെന്നില്ല. ക്ഷാമം തുടങ്ങി 2 വർഷം കഴിഞ്ഞാൽ ചെന്ന്. അങ്ങനെ 22 വർഷം. 13 കഴിഞ്ഞ് 20 22 വർഷം കഴിഞ്ഞു. മനസ്സിലായ കണക്ക്? 22 വർഷം മനുഷ്യൻ കരഞ്ഞു. ഈ ഗോത്രപിതാവായ യാക്കോബ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ദൈവം തമ്പുരാൻ വന്നിട്ട്, മോനെ കരയണ്ടാടാ, നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് പറഞ്ഞോ? അച്ഛാ, ഒരിക്കൽ പറഞ്ഞോ? ചിലപ്പോൾ ദൈവം നിശബ്ദനായിരിക്കും, പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല. പോകാൻ ഇറങ്ങിയപ്പം, എവിടേക്ക്? മിസ്രയീമിലേക്ക് പോകാൻ ഇറങ്ങിയപ്പം രഥം വന്ന് നിന്നപ്പം 45-ന്റെ 1 മുതൽ വായിച്ചറിയാം. വന്നപ്പം പറഞ്ഞു, പൊക്കോ സോദരം. 46-ന്റെ 1 46-ന്റെ 1 ഞാൻ അയക്കുന്ന പൊക്കോളാൻ പറഞ്ഞു. 22 വർഷം മിണ്ടിയില്ല. യോസഫ് എവിടെ ഉണ്ടെന്ന്. രഥം കിട്ടി മിസ്രയീമിലേക്ക് പോകാൻ തുടങ്ങി. മോനെ പൊക്കോടാൻ പറഞ്ഞു. എന്താ ദൈവം 22 വർഷം മിണ്ടാതിരുന്നേ? മിണ്ടിയിരുന്നെങ്കിൽ, യോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് യാക്കോബിന് അറിവ് കിട്ടിയിരുന്നെങ്കിൽ, ഈ മൂപ്പിലാൻ പോയി അവനെ പിടിച്ചോണ്ടിഞ്ഞ് വന്നേനെ. അതാ ദൈവം മിണ്ടാഞ്ഞ്. യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. ദൈവം ചിലപ്പോൾ മിണ്ടാതിരുന്നാൽ അതിന്റെ പിൻപിൽ ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അശക്തമായിരുന്നാൽ പദ്ധതിയുണ്ട്. മറക്കരുത്, ദൈവത്തിന് പദ്ധതിയുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. അപ്പൊ യാക്കോബ് പറഞ്ഞു, എന്താ പറഞ്ഞേ? യോസഫിന്റെ കൂടെ ഇല്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല, എന്റെ മക്കളുടെ നന്മ ഞാൻ കാണില്ല. 48-ാം അധ്യായം 10 കുറിച്ചിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോസഫിന്റെ മക്കളെ യാക്കോബ് അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അത് വായിക്കുമ്പോൾ ഞാൻ കരയും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളും കരയും. ആ വയോവൃദ്ധൻ തന്റെ കൈയും പിണച്ചു വെച്ച് യോസഫിന്റെ മക്കളെ അനുഗ്രഹി പറഞ്ഞു, മകനെ യോസഫേ, മകനെ യോസഫേ, മകനെ യോസഫേ, നിന്നെ കാണാവുന്ന പോലെ ഞാൻ ചിന്തിച്ചതല്ല, നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇത് എന്നോടും നിങ്ങളോടുള്ള പ്രവചനമാണ്. നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറഞ്ഞെങ്കിൽ, നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. കൈകളടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ സന്താനത്തിന് നന്മ കാണിക്കില്ലെന്ന് പറയും ദുഷ്ടപിശാചേ, എന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരൂ. ഉടമാന വൈഡമാന ഹത്തുന ബലംതുന ബലംതുന ഉടമാന രഹസ്യമാന വൈഷമാന റിത്തുന ബലംതുന. യാക്കോബ് യോസഫിനെ കണ്ടു. അവന്റെ കൈ കൊണ്ടവൻ കണ്ണടച്ചു, കൈകൾ തിരുമ്മി അടച്ചു. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറും. അതുപോലെ യോസഫ് മന്ത്രിയാകുമെന്ന് ആരും ചിന്തിച്ചില്ല. മുമ്പേ ഓർപ്പിച്ചതുപോലെ യോസഫ് സഹോദരന്മാരുടെ അരികിൽ
അവരുടെ ക്ഷേമം അന്വേഷിപ്പാൻ പോയപ്പോൾ അവർ ദൂരെ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നു, നമുക്കവനെ പിടിച്ചു കൊല്ലാം. ഇവന്റെ സ്വപ്നം എന്താകുമെന്നറിയാം. ഉടനെ ദൈവം ഒരു ഇടപാട്. ഓരോ സമയത്തും ദൈവം നിനക്ക് വേണ്ടി ആരെങ്കിലും എഴുന്നേൽപ്പിക്കും. വിശ്വാസം പറ, ആരെയെങ്കിലും ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. രൂപയും പറഞ്ഞു, നമ്മളായിട്ട് കൊല്ലണ്ട, ആ കൊച്ചനെ പിടിച്ചെവിടാ, പൊട്ടക്കൊണ്ട് കിടക്കാം. സഹോദരൻ അവനെ അവിടെ കിടന്ന് ചത്തോട്ട്. അപ്പൊ ഈ സഹോദരന്മാർ എഗ്രി ചെയ്തത് സിംഹാസനത്തിലെത്താൻ വേണ്ടിയായിരുന്നു. അവിടെ കിടന്ന് നമ്മുടെ കൈ കൊണ്ട് ചാകണ്ട, അതിനെ പിടിച്ചിട്ട്. ഈ രൂപേന്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്തായിരുന്നു? സഹോദരന്മാര് കാണാതെ ഇവനെ എങ്ങനെയും വലിച്ചു കയറ്റി അപ്പന്റെ അടുക്ക് പറഞ്ഞു വിടാമെന്ന വിചാരിച്ച. പക്ഷെ ഇങ്ങോട്ട് നോക്കി, ഈ മിഥ്യാന കച്ചവടക്കാർ വന്നപ്പം രൂപേനെ അവിടെ കാണുന്നില്ല. ആ കാട്ടിൽ എവിടെ പാനാ? അല്ല, നിങ്ങൾ പറ, എവിടെ പാനാ? ദൈവം മാറ്റി. ദൈവം മാറ്റിയതാ. കാരണം എന്താണെന്നറിയാമോ? മുമ്പേ പറഞ്ഞതാ, രൂപേനെ നീ സഹായിച്ചാൽ എന്തോ സഹായിക്കും, തിരിച്ചപ്പന്റെ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ദൈവം തമ്പുരാൻ അവനെ ഇറക്കിക്കൊണ്ടുവന്നത് വീട്ടിൽ തിരിച്ചുകൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ കഴിഞ്ഞ 101ാമത്തെ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. നിങ്ങളൊരു വിഷയം കേട്ട് കാണും. അതിൽ ഈ ഒരു വാചകം ഇടയ്ക്ക് കീറി വന്നു. വേറെ സ്ഥിരതയോട് ഓടുക, ഇതായിരുന്നു വിഷയം. ഇതിനകത്ത് കീറി വന്നു. അതങ്ങ് വൈറൽ. ഇപ്പം വൈറലല്ലേ, അതങ്ങ് വൈറലായി. എന്താ വൈറലെന്നറിയാവോ? അതിതാ, ദൈവം തമ്പുരാൻ, ജോസഫേ, നിന്നെ ദൈവോടത്ത് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചേട്ടന്റെ ഒത്താശ വേണ്ട. ദൈവം തമ്പുരാൻ ഉയർത്താൻ ഉദ്ദേശിച്ചവനെ സമയത്ത് ദൈവം ഉയർത്തിയിരിക്കും. ആര് കൈയൊഴിഞ്ഞാലും ആര് കൈവിട്ടാലും ദൈവം ഉയർത്തിയിരിക്കും. കയ്യൊന്നടിച്ചോ, വായം തുറന്ന ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ആരുടെ ഒത്താശ വേണ്ട. ഞാൻ ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൽ പറയാം. അവിടെ പറഞ്ഞത് ആവർത്തിക്കാം. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ചേക്കന്ദർ കൈയൊഴിഞ്ഞോ? മക്കളെ പേർഷ്യയെ കൊണ്ടാവെന്ന് പറഞ്ഞവര്, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞവര്, കല്യാണത്തിന് കാശ് തരാമെന്ന് പറഞ്ഞവര് കാലു വാരിയോ? കൈയൊഴിഞ്ഞോ? ഭാരപ്പെടരുത്, ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്. സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തി, നിന്റെ തലമുറ ഉയർത്തിയെന്ന് വരണം. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്നെ ഉയർത്തിയത് അമ്മാച്ചനല്ല, കുഞ്ഞ് കൊച്ചപ്പനല്ല, ചിറ്റപ്പനല്ല, ഉപ്പാപ്പനല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, ചീഫ് പാസ്റ്റർ അല്ല, സൂപ്രണ്ട് അല്ല. നിന്നെ ഉയർത്തിയ സ്വർഗത്തിലെ അപ്പച്ചനാ. ചിലരൊക്കെ കൈയൊഴിയുന്ന നല്ലതിനാ, ചിലരൊക്കെ കൈവിട്ടത് നല്ലതിനാ. ഞാൻ വിശ്വസിക്കുന്നവനാണ്. ഈ 4 പതിറ്റാണ്ട് എന്നെ ഉയർത്തിയത് ദൈവമാ. എല്ലാം അവനോട് പിടിച്ച് താക്കാൻ നോക്കിയപ്പോഴും ദൈവം ഒരുത്തനെ വലുതാക്കാൻ ഉദ്ദേശിച്ച ആർക്കവനെ ചെറുതാക്കാൻ കഴിയും. ഞാനിവിടെ നിന്ന് ഓരോന്ന് ദൂതാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം നിന്നെ വലുതാക്കാൻ പ്ലാൻ ചെയ്താൽ ലോകത്തിൽ ഒരുത്തനും നിന്നെ ചെറുതാക്കാൻ കഴിയില്ല. ആസപ്പിനെ പൊട്ടക്കല്ലിട്ടത് അവിടെ തീരാനാ, മന്ത്രിയാക്കാനല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ 1ാമത്തെ വാതിലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, നിനക്ക് വിരോധമായി, നിനക്കെതിരായി, നിന്റെ തലമുറക്കെതിരായി ദുഷ്ടപിശാച് ചെയ്യുന്ന പലതും നിന്റെ നന്മയാക്കി ദൈവം പരിവർത്തനം ചെയ്യും. ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്ന കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഹോ നിനക്ക് വിരോധമായി, നിന്റെ തകർച്ചയ്ക്കായി അവനുണ്ടാക്കുന്ന കഴിവുമരങ്ങൾ പോലും നിന്റെ ഉയർച്ചയാക്കി ദൈവം മാറ്റും. ശക്തിയോട് ആലോചിച്ചുകൊണ്ട് പറ, നിനക്ക് വിരോധമായി അവൻ ചെയ്യുന്നതെല്ലാം നിന്നെ നന്മയാക്കി എന്റെ ദൈവം പരിവർത്തനം ചെയ്യും. ഭാരപ്പെടരുത്. യോസേഫ് സിംഹാസനത്തിൽ. യോസേഫിനെ കുറിച്ച് 1-2 കാര്യം പറഞ്ഞങ്ങ് വിട്ടേക്കാം. എന്താ അറിയാമോ? യോസേഫിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ a beloved son, a slave, a prime minister.
അപ്പന്റെ ഇഷ്ടപുത്രൻ, അടിമച്ചെറുക്കൻ, സ്വതന്ത്രം, പ്രധാനമന്ത്രി. അപ്പൻ അവനെ സ്നേഹിച്ച് ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. ആ അങ്കി സഹോദരന്മാർ ഊരി മാറ്റി. പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പം അവനൊരു അങ്കി കൊടുത്തു. അതവന്റെ ഭാര്യ ഊരിയെടുത്തു. എന്നിട്ട് അവനെ ജയിൽ വസ്ത്രം ധരിപ്പിച്ചു. കാരാഗ്രഹത്തിൽ അവൻ ജയിൽ വസ്ത്രം ധരിച്ചു കിടക്കുമ്പോൾ രാജ്യത്തിന്റെ അധിപതി ആളയച്ചു. ആ വസ്ത്രം ഉരിഞ്ഞിട്ട് രാജവസ്ത്രം ധരിപ്പിച്ചു. ലോകം തരുന്നത് പലതും ലോകത്തിന് ഊരി മാറ്റാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം തരുന്നതിന് ഊരി മാറ്റാൻ ഒരുത്തനും കഴിയില്ല. ലോകം തന്നത് ചിലത് എടുക്കാൻ ലോകത്തിന് കഴിയും. ദൈവം തന്നെടുക്കാൻ ലോകത്തിന് കഴിയില്ല കുഞ്ഞെ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, കഴിയില്ല. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന സംഭവിപ്പിക്കും. യോസഫ് രാജസ്ഥാനത്തെത്തി. ഞാൻ കട്ട്ഷോട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതുപോലെ ഈ വേദവസം മുഴുവൻ സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന സംഭവിക്കും. 10 കാര്യം പറയാൻ വന്ന 3-4 കാര്യം പറഞ്ഞല്ലോ. അതിപ്രധാനമായ കാര്യം പറയാം. നമ്മുടെ കർത്താവ് ഭൂവിൽ ജനിക്കാതിരിപ്പാൻ അവൻ നോക്കി. കർത്താവ് വളരാതിരിപ്പാൻ നോക്കി. കർത്താവ് ക്രൂശിക്കപ്പെടാതിരിക്കാൻ നോക്കി. ക്രൂശിക്കപ്പെട്ട കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി. കാൽവറി കുരിശ് പിശാചിന്റെ പദ്ധതിയുടെ സമ്പൂർണ്ണ പരാജയവും ദൈവത്തിന്റെ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയവും അത്രേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് ജനിക്കാതിരിക്കാൻ നോക്കി. നീ ജനിക്കാതിരിക്കാൻ നോക്കി. ജനിച്ച നീ വളരാതിരിപ്പാൻ നോക്കി. പ്രൈസ് ലോർഡ്. പക്ഷെ അവൻ കൂടെ ഉണ്ടെങ്കിൽ നടക്കുന്നതൊക്കെ നടക്കും. ജനിക്കേണ്ടതൊക്കെ ജനിക്കും. വളരേണ്ടതൊക്കെ വളരും. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അതാണല്ലോ, മരിക്കാതിരിക്കാൻ ആദ്യം നോക്കി. മരിച്ച കർത്താവ് ഉയർക്കാതിരിക്കാൻ നോക്കി. എങ്ങനെയാ നോക്കി? ഒന്ന് വായിച്ചു. അത് വായിച്ച് നമുക്ക് നിർത്താം. സ്തോത്രം. വായിച്ചാട്ട് മത്തായി സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ വായിച്ചാട്ട്. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ നിർത്തി വായിച്ചേ. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ. അല്ല, അതിന് മുകളിൽ വായിക്കും. മുകളിൽ യജമാനെ ചേർത്ത്. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഞാൻ പലയിടത്തും വളരെ സ്ക്രൂട്ടിനി ചെയ്ത് പോകുന്ന ആളാണ്. എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നത് കേട്ടോ. ആരെന്നാ പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇരിപ്പും ആ വായനയും ആ ഇരിപ്പും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കണ്ടിട്ട് ഇറ്റ് ഈസ് റിയലി ബ്ലെസ്സിങ്. അവർ ചുമ്മാ ഇരിക്കുക, അല്ലാണ്ട് വീഡിയോ ചെയ്യുന്നവരെ ആത്മാവിലായിക്കൊണ്ടിരിക്കും. അങ്ങനെ വേണ്ടേ. ഞാനും ഒരു സെൻട്രൽ പാസ്റ്ററാ IPC-യിലെ, മനസ്സിലായോ? 41 പാസ്റ്റർമാരുടെ കൂടെ ഉണ്ട്. ഞാൻ ചിലതൊക്കെ കണ്ട ഉടനെ കൊടുക്കുന്ന ആളാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഇരിപ്പും ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ. ഇങ്ങനെ വേണം. ഇങ്ങനെ ആയ ഇത് നിറയും. വേറെ എത്രയും പെട്ടെന്ന് നമ്മള് വലുതെടുക്കേണ്ടി വരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. വായിച്ചോ. യജമാനനെ, അതാ വായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ. അവൻ പീലാത്തോസിനെ എന്നാ വിളിച്ചേ? യജമാനെ, സാറേന്ന്. പീലാത്തോസിനെ എന്താ വിളിച്ച മോനെ? സാറേന്ന്. യേശുവിനെ വിളിച്ചതോ? വായിക്കുമോളെ, വായി വെച്ചത്. ചതിയൻ. യേശുവിനെ എന്നാ വിളിച്ചേ? പീലാത്തോസിനെ സാറേ. സാറേ. യോഗ്യതയില്ലാത്തവന്റെ എല്ലാം പറഞ്ഞു സാറേ സാറേ വിളിച്ചോണ്ട് നടക്കുക. യോഗ്യതയില്ലാത്തവന്മാരെല്ലാം കയറി ദൈവമെന്ന് വിളിക്കുക. കൃപയാൽ യോഗ്യനായവനെ ആരാധിപ്പാൻ ഭാഗ്യം കിട്ടി. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്നത് ആരാധന. ആ ചതിയൻ. ഇവിടെ കർത്താവിനെ ചതിയെന്ന് വിളിച്ചാൽ നിന്നെയും വിളിക്കും. യേശുവിന് മുൾമുടി നൽകിയ ലോകം നിനക്ക് പൊന്മുടി തരില്ല. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ
അവൻ ഉയർക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഓർമ്മ വന്നു ഞങ്ങൾക്ക്. വായിച്ചോ മകളെ, വായിക്ക്. ഉടനെ എന്താ പീലാത്തോസ് പറഞ്ഞത്? ഓർമ്മ വന്നു. അവന്റെ ശിഷ്യന്മാർ അവനെ മോട്ടിച്ചോണ്ട് പോയിട്ട് അവൻ ഉയർത്തെന്ന് പറയും. ആദ്യത്തെ ചതി മുമ്പിലത്തേക്കാ വലിയ ചതിയാകും. ഉടനെ പീലാത്തോസ് പറഞ്ഞു, എന്താ പറഞ്ഞു? അടുത്ത വായിക്കാം. കാവൽക്കൂട്ടത്തെ തരാം. കേട്ടോ, നിങ്ങളാവോളം ഉറപ്പ് വരുത്തുക. അടുത്ത വാക്യം. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കണ്ടോ, റോമ ഗവൺമെന്റിന്റെ ഇമ്പീർ വലിയ ഞാനവിടെ പോയി ഇസ്രായേലിൽ കർത്താവിനെ അടക്കിയ കുരിശിൻ കാൽവറി താഴെ അടക്കിയ കല്ലറ, അതിന്റെ മുമ്പിലൊരു തോട്ടവും. ഇസ്രായേലിൽ പോയിട്ടുള്ളതെന്ന് കൈവക്കിക്കേ അറിയില്ലേ? അത്രയും ഇവിടെ നിന്ന് പോകണം കേട്ടോ. നാളിൽ ആരാണ്ട് പറഞ്ഞു, ഇപ്പൊ ഒത്തില്ല, സ്വർഗത്തിൽ പോകുമ്പോ ആ വഴിക്കൊന്ന് പോകണമെന്ന് കർത്താവിനോട് പറഞ്ഞു. ആ വഴിക്ക് തന്നെ കൊണ്ടുപോകാൻ പറയുന്നത്. ഞാനവിടെ പോയി ഈ കർത്തൃമേശയൊക്കെ നടത്തുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാണ്, കെട്ടുകഥയല്ല. മനസ്സിലാക്കണം. ഞങ്ങൾ പോയി നടന്ന അവിടെ കൂടെ ഗന്നസരത്താണ് ഇപ്പോഴും അവിടെ ഉണ്ട്, ബെഥസ്ദ പുൽത്തകടി ഇപ്പോഴും അവിടെ ഉണ്ട്, കാൽവറിക്കുന്ന് ഇപ്പോഴും അവിടെ ഉണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഒലിവുമല ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ പുസ്തകത്തിൽ എന്തൊക്കെ എഴുതിക്കുന്ന അതിപ്പോഴും അവിടെ ഉണ്ട്. എന്റെ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള കെട്ടുകഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പം ആ കല്ലിന്റെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. ആ കല്ലറ തുറന്ന് കിടക്കുക, വലിയൊരു കല്ലുരുട്ടി വെച്ചു. റോമാഗം ഇമ്പീരിയൽ മുദ്ര എന്ന് പറഞ്ഞാൽ പേടിത്തണ്ടമാ. നാല് തന്നെ പേടിച്ചു പോന്മാരെ, തൊട്ടാ മരണമാ. സീല് വെച്ചു. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തി, എന്റെ മുഖത്ത് നോക്കിയിരിക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയെ കല്ലറയ്ക്ക് കാവലായിരുന്നു. ദൃശ്യലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നു. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി അന്നത്തെ റോമ ഗവൺമെന്റ് വലിയൊരു കല്ലുരുട്ടി കല്ലറയിൽ വെച്ചു. അവരുടെ ഇമ്പിയിൽ മുദ്ര ചാർത്തി. ഈ സീല് തകർക്കുന്നവന് മരണം. സീല് വെച്ചു. അവരുടെ സൈന്യശക്തി 5 വിധ മാരകായുധങ്ങളുമായി കല്ലറയ്ക്ക് കാവൽ നിന്നു. ദൃശ്യലോകത്ത് ഇത് നടക്കുമ്പോൾ അദൃശ്യലോകത്ത് സാത്താനും അവന്റെ സകല സൈന്യവും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. അത് മാത്രമല്ലോ, മരണവും പാതാളവും തന്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയുന്നു. ബൈബിൾ പറയുന്നു, ആദാം മുതൽ മരണം വാഴുകയാ. കയ്യിൽ കിട്ടുന്ന വിടത്തില്ല. ഭാര്യ എന്റെ അച്ചാച്ചനെ കൊണ്ടുപോലെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. സ്തോത്രം. ഭർത്താവ് പറയാ, എന്റെ പ്രിയപ്പെട്ടവളെ കൊണ്ടുപോകരുത്, കാരണം മരണം വാഴുകയാ. അവനെയാണ് നമ്മുടെ കർത്താവ് തോപ്പിച്ചത്. ഓ, ദൃശ്യലോകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി കാവൽ നിൽക്കുന്നു. അദൃശ്യലോകത്ത് സാത്താനുവിന്റെ 1000 ദൂതന്മാര് കാവൽ നിൽക്കുന്നു. മരണവും പാതാളവും തന്നിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഓഹോ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റു. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ പറയാം, നിന്റെ സകല നന്മകളെയും പിശാച് ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒറ്റ വാക്കിനാൽ അതിനെ അഴിക്കുവാൻ അധികാരമുള്ളവരുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരൊറ്റ വാക്കിനാൽ സകല ദുഷ്ടന്റെ തീയമ്പുകളെയും കെടുത്തുവാൻ അധികാരമുള്ളവൻ. നിന്റെ നന്മകളെ അവൻ മുദ്ര വെച്ചാൽ അതിനെ അഴിക്കാൻ അധികാരമുള്ളവൻ. വിരാധിവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാം. എഴുന്നേറ്റ് നിന്നു. 1-2 ദൂതൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിച്ച് പിരിയാൻ പോവുക. അതിലെ അതിപ്രധാനമായ കാര്യം നിങ്ങോട്ട് നോക്കിയേ. ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ് അവനെ കല്ലറടക്കിയപ്പോൾ അവനെ കല്ലറയിൽ നിന്ന് ഉയർക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ദുഷ്ടപിശാച് ചെയ്തു. അതെല്ലാം ചെയ്യാൻ ദൈവം അനുവദിച്ചു. അതെല്ലാം ചെയ്യുമ്പോൾ എന്റെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. ഈ രാത്രി വിളിച്ചു പറയട്ടെ, ദുഷ്ടപിശാചേ, നിനക്ക് ചെയ്യാവുന്നെല്ലാം ചെയ്തോ?
നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ പിശാച് ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളട്ടെ. ഓഹോ, എന്നാൽ ജയം പിശാചിനല്ല, ജയം ദൈവസഭയ്ക്കത്രേ. ജയം 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 ദൈവസഭയ്ക്ക്, ജയം ദൈവത്തിന്, ജയം ദൈവസഭയ്ക്ക്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു, പിശാചേ നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷെ ജയം ദൈവസഭയ്ക്ക്. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന ദൈവം സംഭവിപ്പിക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നറിയാം? ഇനിയും സംഭവിക്കാനുള്ളതാ. ഇതുവരെയൊക്കെ നടന്നെങ്കിൽ ഇനിയുള്ള നടക്കും. കാഹളം ധ്വനിക്കത്തില്ലെന്നാ സാത്താൻ പറയുന്നത്, മരിച്ചവർ ഉയർക്കത്തില്ലെന്നാ സാത്താൻ പറയുന്നത്. എന്നാൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയര ഉയർക്കും, ജീവനോട് ശേഷിക്കും, രൂപാന്തരം പ്രാപിക്കും. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, നിത്യതയുണ്ട്. നമ്മുടെ കർത്താവ് വരും, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, നാം രൂപാന്തരം പ്രാപിക്കും. റെഡി ആയിക്കോണം പോകാൻ. ഈ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ അതാ. ഇവിടുത്തെ മണ്ണാങ്കട്ടയൊന്നുമല്ല വലിയ കാര്യം. രോഗ സൗഖ്യമോ ആകാതിരിക്കോ ചെയ്യട്ടെ, കടഭാരം മാറുവോ മാറാതിരിക്കോ ചെയ്യട്ടെ, ജോലി കിട്ടുവോ കിട്ടാതിരിക്കോ ചെയ്യട്ടെ, കാഹളം ധ്വനിക്കുമ്പോ മേളോട്ട് പറക്കണം. നിത്യം നഷ്ടമാകല്ലേ, സ്വർഗം നഷ്ടമാകരുത്. കർത്താവിനോടൊപ്പം യുഗം വാഴണം, അത് നഷ്ടമാകരുത്. നമ്മൾ ഇറങ്ങിയത് കേവലം മെറ്റീരിയൽ തിങ്സിന് വേണ്ടി ആകരുത്, ഭൗതിക കാര്യത്തിന് വേണ്ടി ആകരുത്. തലകറക്കം മാറിയെന്ന് വരും, നടുവേദന മാറിയെന്ന് വരും, ക്യാൻസർ മാറിയെന്ന് വരും. ഇതൊന്നും മാറിയില്ലെങ്കിലും നീ എന്റെ കർത്താവാന്ന് പറയണം. എനിക്ക് ആവശ്യം നിത്യതയാന്ന് പറയണം. എനിക്ക് എന്റെ പ്രാണപ്രിയനെ കാണണം. ഇവിടെ ഇത്രയും ചെയ്ത കർത്താവിന് അത് ചെയ്യാനാണ് വലിയ കാര്യം. യേശുവിനെ മരിച്ചവിടെ എഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്യതയുള്ള ശരീരത്തോട് അനുഭവപ്പെടുത്തും. നമ്മൾ പറക്കും, നമ്മൾ പറക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, നമ്മൾ രൂപാന്തരം പ്രാപിക്കും. അതാണ് പ്രത്യാശ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുടച്ചാണ്. ഞാൻ സകലത്തിന്റെ ദൈവമായ യഹോവ. എന്നാ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ശൂന്യയിൽ നിന്നെയൊക്കെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളെ ഉയർപ്പിക്കാൻ വലിയ പാടാണോ? രൂപാന്തരം തരാൻ പാടാണോ? ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്മേലും അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. ഇന്ന് രാത്രി അതിനു മുമ്പ് കർത്താവേ, നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. അതാദ്യം എനിക്ക് അങ്ങെത്തണം. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. എനിക്ക് യേശുവിനോടൊപ്പം ആയിരിക്കണം. അതിനായി സമർപ്പിക്കുന്ന പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചേ. യേശുവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ, എന്നെ വെടിപ്പാക്കണേ, ഇവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണേ. അങ്ങനെ കരയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിന്റെ കരവരുടെ മേൽ തൊടണമേ, നിന്റെ ശക്തിയുടെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശ മണ്ണല്ലപ്പാ, ഞങ്ങളുടെ പ്രത്യാശ വിണ്ണാണ്. എപ്പം ഞങ്ങളുടെ കർത്താവ് വന്നാലും എടുക്കപ്പെടാൻ ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ കൈ അവരെ മേൽ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ കര നമ്മെ തൊടും. ഞാൻ പറയുമ്പോൾ കൈ ഉയർത്തിയാൽ മതി. രക്ഷിക്കപ്പെട്ടിന് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ നാട്ടുണ്ടോ? കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച്. ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2024 കടന്നു പോകാൻ പോവാ. നാളെ കാണാന്ന് പറഞ്ഞ പലരെയും കാണാൻ കഴിഞ്ഞില്ല, പിന്നെ കാണാന്ന് പറഞ്ഞ പലരെ കാണാൻ കഴിഞ്ഞില്ല. ദൈവം നിന്റെ ആയുസ് ദീർഘമാക്കി. ഞാൻ എപ്പോഴും പറയും, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കോ ഹോസ്പിറ്റലിന്റെ വലിപ്പം കൊണ്ട് നിൽക്കുകയല്ല, ദൈവത്തിന്റെ കരുണയാണ്. കണ്ണടച്ച്. കുഞ്ഞുങ്ങളിലോ പ്രായമായല്ലോ രക്ഷിക്കപ്പെട്ടിട്ടും പിതാവിൻ്റെയും കർത്താവിനോട് പറഞ്ഞ ചോദിക്കാൻ ഒരു അവസരം തരാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് ഒരു ആയുസ് ദീർഘമാക്കിയ ദൈവം ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിക്കുകയും പ്രാർത്ഥിക്കുക. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം, യേശുവോട് ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട് ആ പിതാവിനെ ധ്യാനിക്കണം. എല്ലാവരും കണ്ണടച്ച്. പിള്ളേരോ പ്രായമായവരോ ആരെങ്കിലും കൊണ്ട് നന്നായി കൈ ഉയർത്തിപ്പിടിക്കും. കാണണം സ്നാനം സത്യം. ഇന്ന് രാത്രി സ്നാനപ്പെടാനല്ല, സ്നാനം സത്യമാണെന്നറിയാം. ആ കാര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എനിക്കൊരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെയുള്ളവർ കൈ ഉയർത്തിപ്പിടിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രി,
ഇന്ന് രാത്രി ദൈവം സന്തോഷിക്കും. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നമ്മുടെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തതോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ജലത്തിൽ സാക്ഷിച്ച് വേർപാടിന്റെ വിശുദ്ധിയിൽ അങ്ങ് ആരാധിപ്പാൻ നിന്റെ കുഞ്ഞു കൃപ നൽകണം. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സഭ ഒന്നടങ്കം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇന്ന് സ്വർഗ്ഗം സന്തോഷിക്കാം. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരം മാറാൻ പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് വിഷയമാകട്ടെ, കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർ കര ഉയർത്തിപ്പിടിക്കുക. ഏത് വിഷയമാകട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കുക. നിന്റെ ജനത്തിന്റെ വേദന എനിക്ക് അറിഞ്ഞുകൂടാ, ഭാരം അറിഞ്ഞുകൂടാ. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുന്നവന് ഭാരം. നിന്റെ അഭിഷക്തന അടിയൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഊളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമെ വിട്ടുമാറുക. രാത്രി വിടുതൽ അനുഭവിക്കട്ടെ കർത്താവേ. ദൂരെ ഞങ്ങളെ കേൾക്കുന്നവരുടെ മേലും സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈയൊന്ന